ശയന പ്രദക്ഷിണം കഴിഞ്ഞതിന്റെ ക്ഷീണത്തിലിരിക്കുന്ന ഭരത്തിന്റെ മുമ്പിലേക്ക് ഒരു ബോട്ടിൽ വെള്ളം നീണ്ടുവന്നു. തല ഉയർത്തി നോക്കിയത് മുമ്പിൽ നിറഞ്ഞ പുൻസിരിയോടെ ആർച്ച. ക്ഷീണം ഞൊടിയിടയിൽ മറന്നു ഭരത്ത്. അതോ ഉണ്ടെങ്കിലും ഭാവിച്ചില്ല. അഭിമാൻ അത് വിട്ടൊരു കളിയില്ല. കുടിക്ക്, നല്ല ക്ഷീണം കാണും. ആർച്ച അവനടുത്തേക്ക് ഇരുന്നു. ഉണ്ണി ആർച്ചേ. ഭരത് പല്ലുറിമ്മി. എന്തോ? ആർച്ച ഈ ഈണത്തിൽ സ്നേഹത്തോടെ വിളികേട്ടു. അപ്പോഴേ പറഞ്ഞില്ലേ കുഞ്ഞിരാമ വേണ്ടാന്ന്. അപ്പൊ കുഞ്ഞിരാമന് കേൾക്കാൻ വയ്യ. ആർച്ചാലിൽ നിഷ്കുവായി. അതിനെനിക്കൊരു പ്രശ്നമില്ല, ഇതൊക്കെ എനിക്ക് നിസ്സാര. കയ്യിലെ മസിൽ പെരിപ്പിച്ച് കാണിച്ച് നല്ല ഒന്നാം തരം പുച്ഛം ഭരത് ആർച്ചയ്ക്ക് നേരെ തൊടുത്തു വിട്ടു. ആർച്ച ചിരിയോടെ തലയാട്ടി. അത് മതി, 101 തവണ ചെയ്യാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അവന് വയ്യാതാവെന്ന് പറഞ്ഞ് അവരൊക്കെ മുടക്കി. ഇനി വീണ്ടും ചെയ്യാൻ പറ്റുമോ എന്തോ, ഞാൻ അന്വേഷിച്ചു വരാം. ഞാൻ അപ്പോഴേ പറഞ്ഞ എന്റെ ഭരത്തേട്ടൻ സ്ട്രോങ് ആണെന്ന്. പറഞ്ഞത് എഴുന്നേറ്റത് ഓടിയതൊക്കെ ഒരുമിച്ചായിരുന്നു. ദൈവമേ, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. പിന്നെ ഇനി ഇതും ചോദിച്ചിട്ട് വരുമോ? 7 എണ്ണം ചെയ്തതിന്റെ പാട്. തലയിൽ കൈവച്ച് അവൻ പറഞ്ഞു പോയി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞത് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നുണ്ടോ ഭരത് ഞെട്ടി. പണി പാളിയോ? 101 തവണ ദേവിയേ! അവൻ സ്വയം അറിയാതെ വിളിച്ചുപോയി. വാടാ. രാമചന്ദ്ര അവനെ വിളിച്ചു. അയ്യോ അച്ഛാ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഇവൾ അപ്പോഴേക്കത് സീരിയസ് ആക്കി. ഭരത് അയാളെ നോക്കി വിളിച്ചു കാണിച്ചു. രാമചന്ദ്ര അവനെ സൂക്ഷിച്ചു നോക്കി. അത് ശരി, ഉരുണ്ട് കഴിഞ്ഞപ്പോ നിന്റെ തലക്കകത്തുള്ളം കൂടെ ഉരുണ്ട് പറഞ്ഞോ? ഭരത് കണ്ണുമിഴിച്ചു. എല്ലാവരെയും മാറി മാറി നോക്കി. അവിടെയും ഏതാണ്ട് രാമചന്ദ്രന്റെ അതേ ഭാവം. ഒരു മുഖത്ത് മാത്രം ചിരി കഷ്ടപ്പെട്ട് അടക്കി വെച്ചിട്ടുണ്ട്. വീർപ്പിച്ച ബലൂണിൽ സൂചിയെടുത്തൊരു കുത്തുകൊടുത്താൽ പൊട്ടുന്ന പോലെ ചുമ്മാ ഒരു തട്ടുകൊടുത്താൽ മതി. അവിടെ ഇരുന്ന് ചിരിക്കും സാക്ഷാൽ ആർച്ച. അപ്പൊ നീ വീട്ടിലേക്ക് വരുന്നില്ലേ? അതോ ഇവിടെ ഭജനിരിക്കാൻ പ്ലാനുണ്ടോ? ഒരൊറ്റ ചോദ്യത്തിൽ ഭരത് ഇളിപ്യനായി നിന്നു. പ്ലിങ് എന്നൊരു ശബ്ദം ഭരത്തിന് മാത്രം ചെവിയിൽ വന്നലച്ച്. അല്ലെങ്കിലും നമ്മുടെ സ്വന്തം മനസ്സ് സന്ദർഭത്തിനനുസരിച്ച് മ്യൂസിക് ഇടാൻ സാധിക്കുന്ന ഒരു മാന്ത്രികനാണ്. മുന്നിൽ ഒരു പുരികം പൊക്കി സംശയത്തോടെ തന്നെ നോക്കുന്ന അച്ഛനെ നോക്കി ഭരത് വീണ്ടും പല്ലിളിച്ച്. ഈ ജന്മം ഇങ്ങനെ പ്ലിങ്ങി തീരുവോ എന്തോ. പുറകിൽ നിൽക്കുന്ന ശരത്ത് നെടിവീർപ്പെട്ടു. ആർച്ച വാപ്പത്തി ശരിയടക്കി. പത്മ അവളെ സൂക്ഷിച്ച് നോക്കി. ഞാനൊന്നും ചെയ്തില്ലെന്നേ. ആർച്ച അവളുടെ അടുത്തേക്ക് മുഖടുപ്പിച്ച് പതിയെ പറഞ്ഞു. ഓവ്, അതെനിക്കറിയാലോ. എന്റെ മക്കളായിട്ട് ഇവിടെ വന്ന് ഉരുളില്ലെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെ അങ്ങനെയെങ്കിലും ഇവന്മാര് ചെയ്യട്ടെ എന്ന് കരുതി മിണ്ടാതിരുന്നല്ലേ. പത്മയെ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. അമ്മമാരാ എങ്ങനെ വേണം. ആർച്ച വാപതി ചിരിച്ചു. നിന്റെ അമ്മയെ മോശമൊന്നുമില്ല. കൊല്ലുമെന്ന് പറഞ്ഞാലും നീയായിട്ട് ഈ ജന്മം ഒരു വ്രതം എടുക്കുന്ന പുള്ളിക്കാരിക്കും വിശ്വാസമില്ല. ഭരത് പറഞ്ഞപ്പോ ജയയും മിണ്ടാതിരുന്നു. ഇത്തവണ പത്മയുടെ മറുപടി കേട്ട് ആർച്ചയുടെ കണ്ണു തള്ളി. അമ്മേ, യു ടു. ആർച്ച അറിയാതെ പറഞ്ഞുപോയി. എന്നാലും എന്റെ ആന്റി. ഒരു ദീർഘനിശ്വാസം എടുത്ത് അവൾ വിളിച്ചു. നിയോജന യുദ്ധമുറകളുടെ കൂടെ പിടിച്ചു നിൽക്കേണ്ടേ മുത്തേ. പത്മാവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു. പിന്നെ വേണം, രണ്ടുപേരും കൂടെ പഴയ യുദ്ധമുറകളൊക്കെ പൊടി തട്ടിയെടുക്ക്. വേണേ അങ്കിളിനെയും അച്ഛനെയും കൂടെ കൂട്ടിക്കോ. ചുണ്ടൊന്ന് കൂട്ടി ആർച്ച മുന്നോട്ട് നടന്നു. അവളുടെ ഭാവം കണ്ട് പത്മ ചിരിച്ചു പോയി. ഡാ! വീട്ടിലേക്കായിരുന്നു ശരത്തിന്റെ അലർച്ചയുയർന്നു. എന്തോ കേട്ടോ? എന്തിനാ വിളിക്കുന്നതെന്ന് മനസ്സിലായെങ്കിലും മുഖത്ത് നിഷ്കളങ്കത വാരിപ്പൊത്തി സ്വരത്തിൽ ഭവ്യത ആവോളം മിക്സ് ചെയ്ത് ഭരത് അവനെ നോക്കി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രണ്ടും കൂടി പണി കൊടുക്കോ വാങ്ങോ എന്ത് വേണേലും ആയിക്കോ. എന്നെന്തിനാണ് ഇതിലേക്ക് വലിച്ചിരുന്നത്? തുടങ്ങിയത് ഭീഷണിയിലാണെങ്കിലും അവസാനം ദയനീയമായി. അത് പിന്നെ നമ്മളെ ഏട്ടനും അനിയനും അല്ലേ. എനിക്കെന്തെങ്കിലും കിട്ടുമ്പോൾ ഏട്ടനും കൂടെ ഷെയർ ചെയ്യുന്നതിൻ്റെ സ്നേഹം കൊണ്ടല്ലേ. ഇന്നലെ ഒരു പൊരിച്ച മീൻ ചോദിച്ചിട്ട് അതിൻ്റെ ഒരു മുള്ളു പോലും തരാ തിന്നവരാ. കിട്ടിയ തക്കത്തിന് മുകളിലേക്ക് കയറി പോകുന്നതിന്റെ പിറകെ ഓടി ശരത്ത്. ഭരത് ഒറ്റയോട്ടത്തിന് റൂമിൽ കയറി വാതിലടച്ചു. മര്യാദക്ക് വാതിലിടണോ? വാതിൽ മുട്ടി ശരത്ത് അലറി. സോറി ഏട്ടാ, ഇന്നിനി ഇടിയൊന്നും ഈ ബോഡി താങ്ങില്ല. നാളെ വന്ന് വാങ്ങിക്കാം. ഭരത് ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. നീ പുറത്തിറങ്ങുമല്ലോ, അപ്പൊ ഞാൻ എടുത്തോളാം. വാതിലിന് ആഞ്ഞൊരു ചവിട്ട് കൊടുത്ത് ശരത്ത്. ഞാനിനി പുറത്തിറങ്ങുന്നില്ല. ഭരത് ചിരിച്ചു. പുറത്തുനിന്ന് ശരത്ത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നേട്ട് അവൻ ചിരിയോടെ ബെഡിലേക്ക് വീണു. ആർച്ച വ്രതം പൂർത്തീകരിക്കുമോ എന്ന് ജയശ്രീ സംശയിച്ചെങ്കിലും ആർച്ച പൂർത്തിയാക്കി. അങ്ങനെ തോറ്റുകൊടുക്കാൻ പറ്റുമോ? അച്ഛമ്മയുടെ പിറന്നാൾ ദിവസം രാവിലെ തന്നെ കൃഷ്ണകുമാറിന്റെ ഏട്ടൻ നന്ദകുമാറും ഭാര്യ ശാലിനി, രണ്ടാമത്തെ മകൻ ആരവും, അനിയത്തി കൃഷ്ണപ്രിയയും ഭർത്താവ് വിജയകുമാറും രണ്ടാമത്തെ മകൾ ദേവപ്രിയ ആർച്ചയുടെ വീട്ടിലെത്തി. ആരവും ദേവപ്രിയ ആർച്ച ഏകദേശം ഒരേ പ്രായക്കാരാണ്. നന്ദകുമാറിന്റെ മൂത്ത മകൻ ആയുഷ് വിവാഹം കഴിഞ്ഞ് കുടുംബത്തോടെ വിദേശത്താണ്. കൃഷ്ണപ്രിയയുടെ മൂത്ത മകൻ ഹരികൃഷ്ണൻ ചെന്നൈയിലും. അച്ഛമ്മ പിന്നെ സ്ഥായിയായ ഭാവം ഗൗരവത്തിൽ തന്നെയാണ്. ഇടയ്ക്ക് എല്ലാവരെയും നോക്കിയില്ല എന്ന മട്ടിൽ നോക്കും. പിന്നെ ആരെയും നോക്കിയില്ല, കണ്ടില്ലെന്ന മട്ടിലിരിക്കും. ആരോടും പ്രത്യേകിച്ച് അങ്ങനെ ഒരു മമതാ മോഹൻദാസും ഇല്ല.
ആർച്ചയ്ക്ക് ഈ ഭാവമൊക്കെ കാണുമ്പോൾ ചിരി വന്നു പോയി. ആർച്ചയും ആരവും ദേവപ്രിയ അടുക്കളയിലെ ചെറിയ ടേബിളിന്റെ ചുറ്റുമിരുന്ന സംസാരത്തിലായിരുന്നു. ജയശ്രീയും ശാലിനിയും കൃഷ്ണപ്രിയയും പാചകത്തിനുള്ള തയ്യാറെടുപ്പിലും. കൃഷ്ണപ്രിയ പച്ചക്കറിയും എടുത്ത് അവരുടെ ആർച്ചയുടെയും മറ്റടുത്തേക്ക് ഇരുന്നു. കൃഷ്ണപ്രിയ ആർച്ചയും തമ്മിൽ ചേരില്ല. ഓ, നിനക്കൊന്ന് വിളിച്ചു നോക്കാൻ പോലും സമയമില്ലല്ലോ ആരും, നിങ്ങൾക്കൊക്കെ വലിയ തിരക്കല്ലേ? ആർച്ച തലയുയർത്തി നോക്കി. അല്പം പരിഹാസത്തോടെയുള്ള കുത്തിയുള്ള പറച്ചിൽ കൃഷ്ണപ്രിയയിൽ നിന്നാണ്. എന്റെ ഫോണിൽ ഔട്ട് ഗോയിങ് മാത്രമല്ല, ഇൻകമിങ്ങും ഉണ്ട്. ആർച്ച പുഞ്ചിരിച്ചു. കൃഷ്ണപ്രിയയുടെ മുഖത്തുണ്ടായ പരിഹാസം ഒരൊറ്റ നിമിഷം കൊണ്ട് ഏതോ വഴിക്ക് ഇറങ്ങി ഓടി. ആർച്ച അവരെ ഒന്ന് ഇരുത്തി നോക്കി. കൃഷ്ണപ്രിയ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ജയശ്രീക്ക് ജോലിയില്ലെന്നുള്ളതിൽ ഒരു പുച്ഛവുമുണ്ട്. എന്നാൽ കൃഷ്ണകുമാറിന് ഭാഗം വെച്ച് കിട്ടിയ സ്ഥലത്തെ കൃഷിയും മറ്റും നോക്കിയിരുന്നു ഇപ്പോൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും ജയശ്രീയാണെന്ന കാര്യം കൃഷ്ണപ്രിയ മനഃപൂർവ്വം മറക്കും. ആ പുച്ഛത്തിന്റെ ഒരു വകഭേദമാണ് ഇപ്പോൾ പുറത്തു വന്ന്. ശാലിനി തിരിഞ്ഞു നേരത്തെ കഴുകി വെച്ച പാത്രം വീണ്ടെടുത്ത് കഴുകി. ഇല്ലെങ്കിൽ കൃഷ്ണപ്രിയെ നോക്കി ചിരിക്കേണ്ടി വരും. ജയശ്രീ തിരിഞ്ഞ് കണ്ണുരുട്ടി കാണിച്ചു. ആർച്ച അത് കണ്ടതായി ഭാവിച്ചില്ല. വാവ്, തഗ് ആർച്ച, ആരോ സിരിയോടെ പറഞ്ഞു. ആർച്ച അവനെ നോക്കി തലയാട്ടി. ദേവപ്രിയ പൊട്ടിച്ചിരിച്ചു. അതോടെ കൃഷ്ണപ്രിയയുടെ മുഖം കനത്തു. അല്ലെങ്കിൽ നിനക്ക് മുതിർന്നവരോട് തീരെ ബഹുമാനല്ല ആരും. കൃഷ്ണപ്രിയ മുഖം ചുളിച്ചു. എന്റെ ഫോണിൽ ഔട്ട് ഗോയിങ് മാത്രമല്ല, ഇൻകമിങ് ഉണ്ട്. ഇതിലേതാ പ്രിയാൻറ്റി ബഹുമാനം കുറഞ്ഞു പോയ വാക്ക്? നിഷ്കളങ്കതയ്ക്ക് ഏതെങ്കിലും പുരസ്കാരം ഉണ്ടെങ്കിൽ മത്സരം പോലും ഇല്ലാതെ ആർച്ചയ്ക്ക് കൊടുക്കാം. അച്ചാതി വിനയം. കൃഷ്ണപ്രിയ വീണ്ടും വേണ്ടായിരുന്നു എന്ന ഭാവത്തിൽ ആരോ മേശപ്പുറത്തേക്ക് തലവെച്ച് കിടന്നു. ദേവപ്രിയ തലകുനിച്ച് ഫോണിലേക്ക് നോക്കുന്ന വ്യാജേന അവനെ ഇടം കണ്ടിട്ട് നോക്കി. അവൻ ഒരു കൈ കൊണ്ട് വാപ്പുത്തി പിടിച്ചിരിക്കുകയാണ്. ആരോ ഏത് സന്ദർഭത്തിലും കൃത്യമായി പ്രത്യക്ഷപ്പെടുന്ന കൃഷ്ണകുമാർ പതിവ് തെറ്റിച്ചില്ല. പക്ഷേ ഇത്തവണ ടൈമിങ് കുറച്ച് മാറിപ്പോയി. ചെന്ന് കയറിയത് കൃഷ്ണപ്രിയയുടെ മുമ്പിലായി പോയി. ഏട്ട ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? പരാതിപ്പെട്ടിയുടെ പൂട്ട് തുറന്ന കൃഷ്ണകുമാർ അവളെ മിഴിച്ചു നോക്കി. ഞാനിവിടെ നിരീക്ഷണ ക്യാമറയോ വോയിസ് റെക്കോർഡറോ ഒന്നും വെച്ചിട്ടില്ല, പിന്നെ ഞാനെങ്ങനെ കേൾക്കും? കൊള്ളാം, ആർച്ചയുടെ അച്ഛൻ തന്നെ. ശബ്ദം പുറത്തു വരാതിരിക്കാൻ ആരോ വായ ഒന്നുകൂടെ അമർത്തി പിടിച്ചു. ഏട്ടൻ ഇവളിങ്ങനെ വിട്ടതാണോ? ആ ചെറുക്കനായിട്ടുണ്ടായ പ്രശ്നം ഞങ്ങളൊക്കെ അറിഞ്ഞു. അതിന്റെ നാണക്കേട് വേറെ. ഇപ്പോഴാണ് ഈ മുതിർന്നവരോട് ബഹുമാനം പോലും ഇല്ലാത്ത സംസാരവും. ആദ്യമേ വീർത്ത മുഖം കൃഷ്ണപ്രിയ ഒന്നുകൂടി വീർപ്പിച്ചു. കിച്ചുവിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് ചർച്ച ചെയ്യേണ്ട സമയത്തല്ല. രണ്ടാമത്തെ കാര്യം ബഹുമാനം. അതെന്താ പ്രശ്നം? നീ ആന്റിയെ ബഹുമാനിച്ചില്ലേ ആരു? കൃഷ്ണകുമാർ കാര്യമായി അന്വേഷിക്കുന്നതായിട്ട് ആർച്ചയ്ക്ക് ചിരി വന്നു. ആർച്ച വള്ളി ഉള്ളി തെറ്റാതെ കൃഷ്ണപ്രിയ ചോദിച്ചു അവിടെ മറുപടിയും പറഞ്ഞു കൊടുത്തു. ആഹാ, അത് ശരിയാണല്ലോ. ബഹുമാനമില്ലാത്ത വാക്ക് പറയും. അവൾ ആ വാക്ക് പിൻവലിച്ച് മാപ്പ് പറയും, അല്ലേ ആരു? കൃഷ്ണകുമാർ മകളെ നോക്കി. ഒരു നിമിഷം പോലും പാഴാക്കാതെ ആർച്ച തലയാട്ടി. അതും കൂടെ ആയതോടെ ചിരിയടക്കാൻ സാധിക്കാതെ ആരോ പൊട്ടിച്ചിരിച്ച്. കൂടെ ദേവപ്രിയയും. കൃഷ്ണപ്രിയ ചാടി എഴുന്നേറ്റ് എല്ലാവരെയും നോക്കി മുഖം വിറിപ്പിച്ച് പുറത്തേക്ക് പോയി. ഇനി അവൾ ഈ ഭാഗത്തേക്ക് നോക്കണ്ട. ഈ കാരണം പറഞ്ഞൊരു പാത്രം പോലും അവൾ കഴുകില്ല. നാലും കൂടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചോ. ജയശ്രീ എല്ലാവരെയും നോക്കി കണ്ണുരുട്ടി. ആർച്ചയും കൃഷ്ണകുമാറും പരസ്പരം നോക്കി. അടുത്ത നിമിഷം രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. നീ നേരത്തെ എടുത്ത ഫോട്ടോ സെൻഡ് ചെയ്തേ ദേവു? ആർച്ച ഫോണിലെ ഫോട്ടോസ് സ്ക്രോൾ ചെയ്തുകൊണ്ട് പറഞ്ഞു. മുകളിലെ ബാൽക്കണിയിലായിരുന്നു രണ്ടുപേരും. കുഞ്ഞിരാമന്റെ കഥയും യുദ്ധവുമൊക്കെ ദേവുവിന് വിശദമായി പറഞ്ഞു കൊടുത്തു ആർച്ച. ചിരിച്ചു മതിയായി ഒന്ന് എഴുന്നേറ്റ് നിന്നാണ് ദേവു. മറുപടിയൊന്നും ലഭിക്കാത്ത കാരണം ആർച്ച തലപൊക്കി നോക്കി. എന്തു ഫോട്ടോ? ഏതു ഫോട്ടോ? ദേവി ഈ ലോകത്തൊന്നുമല്ല. ഗേറ്റിലേക്ക് നോക്കി കണ്ണുമിഴിച്ച് വാപ്പൊളിച്ച് നിൽക്കുന്നുണ്ട്. ഇതിന് മാത്രം അവിടെ എന്താടി? ആർച്ച അവിടെ കാലിനിട്ടൊരു അടി കൊടുത്തു. നോക്കിയടി, നല്ല ഗ്ലാമർ മസിലൻ ചേട്ടൻ. 6 പാക്ക് ആണെന്നാ തോന്നുന്നു. ഇത് ലുക്ക. അതേപടി എന്ന് പറയുന്നവൾ ആർച്ച സംശയത്തോടെ നോക്കി. ഈ ഏരിയയിൽ ഞാനറിയാത്ത മസിലൻ ചേട്ടനോ? ആരാടാ അത്? ആർച്ച ഉത്സാഹത്തോടെ ചാടി എഴുന്നേറ്റ് ഗേറ്റിലേക്ക് നോക്കി. വായിനോട്ടൊന്നുമില്ല, ആളറിയാനുള്ള വെറും ആഗ്രഹം. ഓ, കുഞ്ഞിരാമൻ. ആളെ കണ്ടതും ആർച്ച കാറ്റൊഴിഞ്ഞ ബലൂൺ പോലെയായി. നോക്കിയതിനേക്കാൾ വേഗത്തിൽ അവൾ തിരിഞ്ഞ് ദേവുവിനെ കണ്ണുരുട്ടി പേടിപ്പിച്ചു. ചുണ്ടുകൂട്ടി താഴേക്ക് തന്നെ ഇരുന്നു. ആ പശു നക്കിയത് പോലെയുള്ള മുടിയും ആടിന്റെ താടി പോലെയുള്ള താടിയും ഉറിയിലും മങ്കുടുക്ക തൂക്കിയ പോലെയുള്ള മൂക്കും ചായക്കടയിലെ ചൂടുള്ള സമാറിന്റെ മുകളിൽ വെച്ച് വീർപ്പിച്ച മിൽമ പാലിന്റെ പാക്കറ്റ് പോലത്തെ വീർത്ത കണ്ണുകളും ഹാവിൽ അടക്കുമ്പിയ പോലത്തെ ആ ചുണ്ടും ചിരി വെളുത്ത നിറവും കണ്ടിട്ടാണോടി നീ ഗ്ലാമർ എന്ന് പറഞ്ഞ്? ആർച്ച ദേവുവിന് അറഞ്ചം പുറഞ്ചം പുച്ഛിച്ചു. ദൈവമേ, ഇത്രയും ഭംഗിയുള്ള ചെക്കനെയാണല്ലോ ഇങ്ങനെ വർണ്ണിച്ച് കൊല്ലുന്ന ഇവള്.